കൂട്ടാൻ പോവാം. അതെനിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 വാക്ക്. ഇവിടെ നിങ്ങളുടെ പ്രേക്ഷകർ. ഇത് ടോം, ജെറി. ഇത് ഞാൻ. ഓക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി DKT. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദിവസത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം കിട്ടുന്ന ഒരു കലാപരിപാടിയിലോട്ടാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത്. അതെ, നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നു കുക്കു? ഇന്നത്തെ ഈവനിങ് ഞങ്ങളുടെ കൂടെ നൃത്ത സന്ധ്യ. അതാരാ? ഏത് സന്ധ്യ? അന്ന കാറിന്റെ ഡിക്കിയിൽ ഇരുന്നിട്ടുള്ള ഒരു ഇൻട്രോ ആണ്, നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇന്ന് മഴവിൽ ആർമാദം എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ചെയ്യാൻ പോവാണ്. ഞാനും കുക്കു, റോഷൻ ഉണ്ട്. റോഷൻ ഒന്ന് തലതിരിക്കും ഇങ്ങോട്ട്. ഓക്കെ, അന്ന ഇമ്മർത്തിരിപ്പുണ്ട്. ഞങ്ങളുടെ എക്സ്പ്രഷൻ ക്യൂൻ അന്ന പ്രസാദ്. ഓക്കെ, പിന്നെ നമ്മളുടെ ബോഡി ഗാർഡ് ആയ സാബുജൻ നമ്മുടെ കൂടെ ഉണ്ട്. വൈകി വന്ന വസന്തം വൈകി വന്ന അശ്വതിനൊന്ന് കാണിച്ചു കൊടുക്കും. അശ്വതി വൈകി വന്നൊരു വസന്തമാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മളെല്ലാരും കൂടെ നമ്മൾ ഇന്ന് പോവാണ്. ഒരു ഇൻഡിപെൻഡൻസ് ഡേ തീരെ സ്വാതന്ത്ര്യമില്ലാത്തൊരു ദിവസമായിരിക്കും. ബാക്കി പീസകളൊക്കെ ബാക്കി ട്രാവലറിലുണ്ട്. അതായത് നിങ്ങൾ അവിടെ പറയുന്ന വിറ്റുകൾ മൈക്ക് എന്റെ ആണെന്നുള്ള വിവരം ഞങ്ങൾ സമേതം അറിയിച്ചോളുന്നു. ഓക്കെ, അപ്പൊ ഇനി ഈ വ്ലോഗ് ഭയങ്കര റോ ആയിരിക്കും കേട്ടോ. ചിലപ്പോ ഞാൻ പറയുമ്പോ എന്റെ കാലായിരിക്കാം, ചിലപ്പോ അന്ന പറയുമ്പോ റോഷൻ കണ്ടോ, ഞാൻ ഇരിക്കുന്ന കണ്ടോ നിങ്ങള് ഫുൾ ലഗേജ് ഒക്കെ ആയിട്ട് എന്തൊക്കെയോ പറയുന്നു. അപ്പൊ നമ്മൾ രാവിലെ തന്നെ നമ്മൾ അതിരാവിലെ ഇടിയപ്പവും സ്റ്റൂവും കഴിച്ചിരിക്കുകയാണ് ഗായ്സ്. അത് ഉറക്കെ പറയണ്ട, അയ്യോ മാത്രം. നമ്മൾ 9 മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു. അശ്വതി വരാത്ത കാരണം ഞങ്ങള് ലേറ്റ് ആയി. മലപ്പുറം അശ്വതി വരാൻ വേറെ ആളുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് ലേറ്റ് ആയി. ഇനിയിപ്പോ പോണ വഴിക്ക് നമുക്ക് കോസ്റ്റ്യൂം ഓൾട്ടർ ചെയ്യാൻ കൊടുക്കാനുണ്ട്. ഇതിന്റെ തുടക്കം കൊടുക്കും എങ്ങനെയായിരിക്കും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇപ്പൊ ഉള്ള ആവേശമൊന്നും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല. നമ്മൾ അവിടെ പോയിട്ട് സ്റ്റേജ് റിഹേഴ്സലും ബഹളങ്ങളൊക്കെയാണ്. ഞാൻ പറയണ കേൾക്കുണ്ടാവും തോന്നുന്നു, ബിക്കോസ് അവിടെ കൂളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ വ്ളോഗും വീണ്ടും കൂട്ടിമുട്ടുന്നു. കുറച്ചാൾക്കാർ അവിടെ സംസാരിക്കും, കുറച്ചാൾക്കാർ ഇവിടെ സംസാരിക്കും. എന്താ നോക്കണേ, യാത്ര തുടരുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓറഞ്ച് വെള്ളം എവിടെ? പച്ചയും ഇൻഡിപെൻഡൻസ് ഡേ തമ്മിൽ എന്താ ബന്ധം? എല്ലാരും റെഡിയല്ലേ? ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലേ? സീറ്റിലല്ലോ നീ നിന്നിട്ടപ്പോണേ. നമ്മളിന്ന് അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ. ബായ്. എന്താ കുട്ടി, എന്താ കുക്ക് പ്രശ്നം? കാണുന്നില്ല. ഓ മൈ ഗോഡ്, പൊക്കം നിങ്ങൾ വേഗം രക്ഷപ്പെട്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഇതാ അഡ്ലക്സിലേക്ക് നമ്മുടെ ഫോട്ടോ കാണിക്കണ്ട. അത് എന്റർടൈൻമെന്റ് അവാർഡ്സ് ഹണിറോസിന്റെ ബാക്കിൽ തന്നെ. പക്ഷെ ഇവിടെ മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് ഉണ്ട് 2 ദിവസം കഴിഞ്ഞാൽ. അതിന്റെ ഒരുക്കങ്ങളാണ്. അതിന്റെ അപ്പുറത്ത് നമ്മുടെ പരിപാടിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ നമ്മളിതാ ഭയങ്കര വിളിച്ചിരിക്കും. നമ്മളിതാ അഡ്ലക്സിന്റെ ഉള്ളിലെത്തി. ഇത്രയും വലിയ സ്റ്റേജിലാണ് നമ്മളിന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ബ്ലീച്ച് അടിക്കുന്നു. അവിടെ ആരോ പാട്ട് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. പോവാം, വാ. നേരെ മേക്കപ്പ് റൂമിലേക്ക് ആയിരിക്കും മിക്കതും. എന്താ അവിടെ പറഞ്ഞ് ചെയ്യിപ്പിച്ചാൻ തോന്നേയില്ല. ഓക്കെ, പറഞ്ഞോ കോർഡിനേറ്റർ പറയൂ. എന്താ റോഷൻ എന്റെ ഡൗട്ട്?
വന്ന വഴിക്ക് കർമ്മങ്ങൾ തുടങ്ങി. ഇലയൊക്കെ വിരിച്ച് പഴംപൊരിയും അടയും പഴം സദ്യ. അതെ, ഇവിടെ ഒരാള് അടയോടട. നമുക്കവിടെ ചായ പിടിക്കാന്ന് പറഞ്ഞ സെഗ്മെന്റ് ഉണ്ട്. നമ്മളോട് ലിസ്റ്റത്തിൽ മനോരമ നമുക്ക് തന്നതാണ്. എനി ടൈം പോവാ, ചായ, ടീ, കോഫി, ജ്യൂസ്, പപ്പായ ജ്യൂസ്. 4 പേർക്കുള്ള പാസ്സാണ് കിട്ടിയത്. നിങ്ങൾ രണ്ടുപേരും ഒന്നായതുകൊണ്ട് ഓക്കേ. റോഷനെ പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കാനുള്ളതെന്ന് അറിയണം, അതാണ് അവന്റെ ടെൻഷൻ. അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ, സോ ഞങ്ങൾ ചായ കുടിച്ച് റിലാക്സ് ചെയ്തോണ്ടിരിക്കാണ്. ഏറ്റില്ല ഒന്നും കൂടെ മറന്നുപോയി. നന്നായത്. നമ്മൾ സ്റ്റേജ് റിഹേഴ്സലിന് വന്നിരിക്കുകയാണ്. റെഡി അല്ലേ? ഇതേത് ഡാൻസ് ഇല്ലാത്ത വേറൊരാള്. ഓക്കെ, ഇതവിടെ കുക്ക് എന്തിനാണ് ഈ ഇരുട്ടത്തൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കണേ? എന്നിട്ട് ഇങ്ങനെ നോക്കുക. ടെൻഷൻ ഒട്ടില്ല. എന്തിന് ഇപ്പൊ ഇങ്ങനെ അടിച്ച് അപ്പങ്ങനെ അടിക്കും. ഓ, ഭയങ്കര ഡെഡിക്കേഷൻ. മനുഷ്യോ നോക്കട്ടെ, കാണിച്ച്. ഇത് ടോം, ജെറി. ഓക്കെ, അവിടെ ഡെയിനും മീനാക്ഷിയാണ് ഷോ ആങ്കർ ചെയ്യുന്നത് ആസ് യൂഷ്വൽ. അപ്പം ഡെയിൻ മീനാക്ഷി അവിടെ ചെയ്തോണ്ടിരിക്കുക. അവരവിടെ ചീത്ത വിളിച്ചോണ്ടിരിക്കുക, ചീത്ത കേട്ടോണ്ടിരിക്കുക. ഡെയിൻ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 വാക്ക്. ഹായ്. അയ്യോ, അതിൽ വേണ്ട. ഇവരാണ് നമ്മുടെ, ഇവിടെയും ഇവർ തന്നെയാണ് ആങ്കർ ചെയ്യുന്നത്. ഇവരില്ലാതെ എന്താഘോഷം? നിങ്ങളില്ലാതെ എന്താഘോഷം? അതെ, നമ്മൾ അതിന്റെ സീക്വൽ ഇവിടെ ചെയ്യാണ് അല്ലേ? ഓക്കെ, അവരോട് സ്റ്റേജ് റിഹേഴ്സൽ ചെയ്യാം. നമുക്ക് മാറിക്കാം. ഈ ചേട്ടോടൊന്നും മാറണില്ല. ശരിക്കും ചേച്ചിക്ക് എവിടെയാ? നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നിങ്ങളാണ് ഈ ഷോയുടെ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത്. ചേച്ചി അവിടെ പോയി. ഓ, അഞ്ജന എന്ത് കാണാൻ സുന്ദര. എന്താ ഇവിടെ ഗോപികനെ ഒരുക്കുന്നു. എന്തോരം പേരാ നിന്നെ ഒരുക്കാൻ. സൂപ്പർ സ്റ്റാർ. എന്നൊന്നും ആരും മൈൻഡ് ചെയ്യണില്ല ഇപ്പൊ. വന്നു മോളെ ഫൈനൽ ലുക്കിൽ. എന്റെ മൂഡ് പോയി അമ്മലേട്ടാ, എന്റെ മൂഡ് പോയി. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, ഇത് നമ്മുടെ സ്വന്തം അമ്മലേട്ടൻ. നമ്മളപ്പോ ഷോ പൊളിക്കാൻ പോണ്. അമ്മലേട്ടൻ കീജയ്. അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? അവിടെ പിള്ളേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ആ എന്നാ വരും. എന്നെ ഞാൻ എടുത്തോളാം കേട്ടാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. നമുക്ക് നേരെ സ്റ്റേജിലേക്ക് ഒന്ന് പോയേക്കാം. അങ്ങനല്ലേ ഇതില് എല്ലാരും കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരികളായിട്ടുണ്ട് എല്ലാരും. ഇനി എന്റെ പേടി ഈ ചാനലിൽ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഷോക്ക് ഈ കുട്ടികളെ വേണം എന്ന് പറയോ പിടിവാശി. എസ്പെഷ്യലി തുടക്കം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ നിന്നിട്ട് ആദ്യം ജസ്റ്റ് ആടുന്നു. എന്ത് രസാടി കാണാൻ. പോട്ടെ, മതിയില്ലേ? ഞാൻ പോട്ടാ പാട്ടാ. ഓക്കെ,
കുക്കു സ്റ്റേജിൽ കയറാൻ പോകണം ഗൈസ്. നെഞ്ചത്ത് പക്ഷിയുമായി കുക്കു മുന്നോട്ട്. കാലിലെ ഷൂ കാലിൽ എന്താണ് കുക്കു? നമ്പർ എഴുതിയുള്ളത് 19 ആണല്ലോ അല്ലേ? കുക്കു കയറാൻ പോവാണ്. ഞങ്ങളിവിടെ ബാക്ക് സ്റ്റേജിൽ നിന്നിട്ട് ടി വിയിൽ കാണുന്നു. ഇത് നമ്മുടെ ഗേൾസ് ഇവിടെ റെഡിയാണ്. ഇവരടുത്ത പെർഫോമൻസിനുള്ളതാ. അപ്പം കുക്കു കയറാൻ നമ്മൾ വൈറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും റെഡിയായി വന്നിരിക്കുകയാണ്. അവിടെ സിത്താര ചേച്ചിയുടെ മനോഹരമായ പാട്ടുകൾ കേൾക്കാം. എല്ലാവരും പോയി, ഞങ്ങളെ ഒഴിവാക്കിയിട്ട് കുറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ഒരു ഡുവറ്റിന്റെ കോസ്റ്റ്യൂം. നീ കളിക്കണ്ടേ? ഞങ്ങളൊന്ന് കളിച്ച് നോക്കി സെറ്റ് ആവട്ടെ. ഇപ്പൊ വിളിക്കാം. ഓക്കെ, നൗ ലാസ്റ്റ് ഫൈനൽ പെർഫോമൻസിനായിട്ട് ഞങ്ങൾ പോകാൻ പോവാണ് ഗായ്സ്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഇന്നത്തെ പോലെ ഇന്നും നമ്മൾ വൈൻഡപ്പ് എടുക്കാൻ മറന്നു. കാരണം പെർഫോമൻസിൻ്റെ തിരക്കിലായിരുന്നു. പെർഫോമൻസുകളെല്ലാം അടിപൊളിയായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. അതിനുശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് വണ്ടിയിൽ പാട്ടും ബഹളമൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് കേസ് കോർട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ.